സ്വാഗതം ഔട്ട് ഓഫ് ഫോക്കസിലേക്ക്. ഏറെ വിവാദമായ വയനാട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണം CBIക്ക് വിട്ടിരിക്കുകയാണ് സർക്കാർ. സിദ്ധാർത്ഥിന്റെ അച്ഛനും അമ്മയും മുഖ്യമന്ത്രിയെ കണ്ടതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ CBIക്ക് വിട്ടുകൊണ്ടുള്ള ഉത്തരവിറങ്ങിയിരിക്കുന്നത്. ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ഉയർന്നു വന്ന ഈ ഒരു വിവാദം, അതിന് പിന്നാലെ ഉണ്ടായ വലിയ പ്രതിഷേധം, അത് CPMന് വലിയ ക്ഷീണമുണ്ടാക്കിയിരുന്നു. അതിലും അപ്പുറം SFI പ്രവർത്തകർ കേസിലെ പ്രതികളാണ് എന്നത് അത് പ്രതിപക്ഷം സർക്കാരിനെതിരെ വലിയ ആയുധമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. പ്രചാരണ രംഗം ഏറെ ശക്തി പ്രാപിക്കുന്ന ഈ ഒരു വേളയിൽ ഈ ഒരു വിവാദം ഇതേ രീതിയിൽ മുന്നോട്ട് പോകുന്നത്, ആളിക്കത്തുന്നത്, അത് ഗുണം ചെയ്യില്ല, അത് തിരിച്ചടിയാകും എന്ന് തിരിച്ചറിഞ്ഞതിന് പിന്നാലെയാണ് ഇപ്പോൾ CBIക്ക് ഈ അന്വേഷണം സർക്കാർ വിട്ടിരിക്കുന്നത്. അത് എത്രത്തോളം CPMന് ഗുണം ചെയ്യും, അതോ തിരിച്ചടിയാകുമോ എന്നാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. അജിംസിന് എന്ത് തോന്നി? CBI വന്നതുകൊണ്ട് സർക്കാരിന് ഈ ഒരു ആരോപണങ്ങളിൽ നിന്ന്, വിമർശനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമോ? സർക്കാരിന് രക്ഷപ്പെടാൻ സാധിക്കും. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഈ പോലീസ് അന്വേഷണത്തിന് കൃത്യമായ രീതിയിലല്ല പോകുന്നതെന്നുള്ള വിമർശനം തുടക്കത്തിൽ തന്നെ. അട്ടിമറിക്കാൻ ശ്രമം എന്ന് പറഞ്ഞാൽ ഇത് കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നൊരു ക്വസ്റ്റ്യൻ. ഒരു മരണം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് ചെയ്യേണ്ടതെന്നാണ് ആ മൃതദേഹം ആദ്യം കണ്ട ആളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുക. ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ അയാൾ എന്താണ് കണ്ടത് അത് മൊഴിയിലുണ്ടാവുക. ആ മൊഴിക്ക് അടിസ്ഥാനമായിട്ട് FIR ഇടുക. ഇപ്പോൾ ഒരാളെ മരിച്ച നിലയിൽ കണ്ടു, ഞാൻ ചെല്ലുമ്പോൾ അയാളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടു, അല്ലെങ്കിൽ മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടു. ആ കാണുമ്പോൾ അയാളുടെ ദേഹത്തിൻ്റെ തന്നെ മുറിവുകളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ അത് ശ്രദ്ധിച്ചില്ല, മുറിവുണ്ടോ എന്ന് നോക്കിയില്ല, വസ്ത്രം ഉണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങളാണ് ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ വരിക. പക്ഷേ ഈ സിദ്ധാർത്ഥൻ്റെ വധക്കേസിലെ FIR എന്താണെന്ന് അറിയാമോ? സ്വയം കെട്ടി തൂങ്ങി മരിച്ച നിലയിൽ എന്നാണ്. അപ്പോൾ ആരാണ് ഇൻഫർമേഷൻ, ഈ ഫസ്റ്റ് ഇൻഫർമേഷൻ ആരാണ് കൊടുത്തത്? ഇയാൾ ആത്മഹത്യ ചെയ്തതാണ്, സ്വയം കെട്ടി തൂങ്ങി മരിച്ചതാണെന്ന് ഇൻഫർമേഷൻ കൊടുത്തവരാണ്. അത് കേട്ട് ആ ഫസ്റ്റ് FIS ആ മൊഴി കേട്ടതിന് ശേഷം ഈ മൃതദേഹം ഒന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ ഏതൊരു സാധാരണ വ്യക്തിക്കും ഒരുപാട് സംശയങ്ങളുണ്ട്. ആ സംശയങ്ങളൊന്നും പോലീസിന് തോന്നാതെ ഇയാൾ സ്വയം കെട്ടി തൂങ്ങി മരിച്ചു എന്ന് കേസ് എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ അന്വേഷണം മുന്നോട്ട് പോവില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇയാൾ കെട്ടിത്തൂങ്ങിയാണ് മരിച്ചത് എന്ന് പറയുന്നു. ഇവർ തന്നെയാണ്, കോളേജ് അധികൃതർ തന്നെയാണ് ബോഡി അഴിച്ചു വെച്ചത്. ഈ കെട്ടിത്തൂങ്ങി എന്ന് പറയപ്പെടുന്ന ആ വസ്തു കണ്ടെടുക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. എന്നിരിക്കെ തന്നെ റിമാൻഡ് റിപ്പോർട്ടിൽ പോലും ഇത് സ്വയം കെട്ടിത്തൂങ്ങി മരിച്ച ആത്മഹത്യയാണ് എന്ന് പറയുന്നത് തുടക്കത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇത് അട്ടിമറിക്കാനുള്ള ശ്രമമാണ്, അത് ആത്മഹത്യയായിട്ടുള്ളത്. പിന്നെ ആത്മഹത്യ തന്നെ തെളിയിക്കാൻ കഴിയാതെ വരിക എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് അവർക്ക് എതിരെയുള്ള കുറ്റകൃത്യം, കൊലപാതകം എന്നുള്ള കുറ്റകൃത്യം മാറുന്നു, മറ്റേ കൊലപാതക പ്രേരണയെ വരുന്നുള്ളൂ. അപ്പോൾ ആ കേസ് അട്ടിമറിക്കപ്പെടുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ആ ഒരു വിമർശനം ഉയർന്ന സാഹചര്യത്തിൽ ആണ് ഇപ്പോൾ മുഖ്യമന്ത്രി എന്ത് ചെയ്യുന്നത്? ഇത് CBIക്ക് വിടാൻ, അതായത് കുടുംബം വന്ന് മുഖ്യമന്ത്രി കണ്ടതിന് ശേഷമാണ് CBIക്ക് വിടാൻ തീരുമാനിച്ചിട്ടുള്ളത്. അത് നല്ല തീരുമാനമാണ്. അതൊന്ന് ആ കേസ് അട്ടിമറിക്കപ്പെടാതിരിക്കാൻ മറ്റൊരു ഏജൻസി അത് അന്വേഷിക്കുന്നത് നന്നാവും. അതിലൊരു പ്രശ്നം, ഈ CBI വന്നാലും അന്വേഷിക്കുന്നത് ഈ ഫസ്റ്റ് ഇട്ടിട്ടുള്ള FIR വെച്ചിട്ടാണ്. ആ FIR വെച്ചിട്ടാണ്. ആ FIRലെ പ്രശ്നം തന്നെ CBI കണ്ടെത്തണം എന്ന് മാത്രമല്ല, പോലീസ് ഈ മരണം നടന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് പോലീസ് വിവരം അറിയുന്നത്. പോലീസ് അതിന് പരിശോധിക്കുമ്പോൾ അതിനിടയ്ക്ക് തെളിവുകളൊക്കെ നഷ്ടമായിട്ടുണ്ട്. അതൊക്കെയും CBI അന്വേഷണത്തിന് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് CBI വന്നുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടാവുമെന്ന് വെച്ചാൽ അങ്ങനെയില്ല. പക്ഷേ നിലവിൽ സർക്കാരിനെ സംബന്ധിച്ച് ഞങ്ങൾ ഈ കേസ് അട്ടിമറിക്കുന്നില്ല എന്ന് സ്ഥാപിക്കാനെങ്കിലും മറ്റൊരു ഏജൻസി ഈ കേസ് അന്വേഷിക്കുന്നത് നല്ലതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുമല്ല. ഇതിൽ ആരോപണ വിധേയരായ വിദ്യാർത്ഥി സംഘടന SFIക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന SFI ക്യാമ്പസുകൾ മുഴുവൻ ആളുകളെ കൊല്ലുന്ന സംഘടനയാണെന്നുള്ളതല്ല ആരോപണം. SFIയുടെ പ്രവർത്തന രീതി വളരെ ഹിംസാത്മകമാണ്, അത് ഫാഷിസമാണ്, അത് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന വിമർശനം ഒരുപക്ഷെ കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ആളെ കൊല്ലുകയോ തല്ലുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ SFIയെ സവിശേഷമായ ആളുകൾ വിമർശിക്കാനുള്ള കാരണം SFIയുടെ സ്വയം അതിൻ്റെ ഡിഫോൾട്ട് പ്രവർത്തന രീതി തന്നെ ജനാധിപത്യ വിരുദ്ധമാണ്, ഫാഷിസമാണ്, ഹിംസാത്മകമാണെന്നുള്ളതാണ്. അത് ആളെ തല്ലുന്നോ കൊല്ലുന്നോ എന്നുള്ളതല്ല, അത് മറ്റ് വിദ്യാർത്ഥി സംഘടന പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത ഒരു സംവാദാത്മക ക്യാമ്പസ് സാധ്യമാകാത്ത രീതിയിലുള്ള പ്രവർത്തന രീതിയാണ് അവർ ചെയ്യുന്നത്. ഇപ്പോൾ ഈ വിഷയത്തിൽ SFIക്കെതിരെ ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ ഒരു ചാനൽ ചർച്ചയിൽ അവരുടെ ഒരു ജോയിൻറ്റ് സെക്രട്ടറി ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഞങ്ങൾ മുഖം കുനിക്കുന്നു, ഞങ്ങൾ തിരുത്തും എന്നീ 3 പ്രസ്താവന നടത്തിയിട്ടുണ്ട്. പക്ഷേ SFI സംസ്ഥാന കമ്മിറ്റി ഇതുവരെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞായിട്ടോ, സംസ്ഥാന സെക്രട്ടറി അങ്ങനെ പറഞ്ഞായിട്ടോ നമുക്കറിയില്ല. അവർ ഇനി അവരാണ് തിരുത്തേണ്ടത്. അവർ ചെയ്യേണ്ടത് അവർ സ്വയം പരിശോധിക്കുകയും അവരുടെ പ്രവർത്തന രീതി ജനാധിപത്യ വിരുദ്ധമാണോ അല്ലയോ എന്ന് പരിശോധിക്കുകയും അത് തിരുത്തുകയും ചെയ്യണം. അവരുടെ പ്രവർത്തന രീതിയിൽ ഫാഷിസ്റ്റ് എലമെൻറ്റ്സ് ഉണ്ടോ എന്നവർ സ്വയം പരിശോധിക്കുകയും തിരുത്തുകയും വേണം. അവരുടെ പ്രവർത്തന രീതി മറ്റ് വിദ്യാർത്ഥി സംഘടനകളെ, മറ്റ് വിദ്യാർത്ഥികളുടെ ശബ്ദങ്ങളെ അടിച്ചമർത്തുന്നതാണോ അല്ലയോ എന്നവർ സ്വയം പരിശോധിച്ച് തിരുത്തുകയും ചെയ്താൽ മാത്രമാണ് സിദ്ധാർത്ഥന് വേണ്ടി കേരളത്തിൽ ഉയർന്നിട്ടുള്ള ഈ അലയൊലികൾ അത് ഫലപ്രദമാവുകയുള്ളൂ. അല്ലാത്ത പക്ഷം മുഖം രക്ഷിക്കാനുള്ളൊരു ശ്രമം, അതിപ്പോൾ CBIക്ക് വിട്ട നടപടിയാകട്ടെ അല്ലെങ്കിൽ ജോയിൻറ്റ് സെക്രട്ടറിയുടെ ഏറ്റുപറച്ചിലാകട്ടെ, അത് മുഖം രക്ഷിക്കാനുള്ള ശ്രമമായി മാത്രമേ വിലയിരുത്താൻ കഴിയൂ. യെസ്, നിഷാദ്, ഇവിടെ ലാവ്ലിൻ കേസിന് പിന്നാലെ ഈ CBI വരുന്നത് അത്രയ്ക്ക് അങ്ങോട്ട് ഇടതു മുന്നണിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം കൂടിയാണ്. പക്ഷേ ഇവിടെ ഒരു എതിർപ്പും പറയാതെ, തടസ്സമൊന്നും പറയാതെ CBI അന്വേഷണം എന്നായിക്കോട്ടെ എന്ന് പറയുകയാണ്. അതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ലേ?
അല്ല, CBI അന്വേഷണത്തെ സ്വാഗതം ചെയ്യലാണ് നേരത്തെ അജിംസ് പറഞ്ഞതുപോലെ സർക്കാരിന് മുമ്പിലുള്ള ഏക വഴി. കാരണം CBI അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു സമരം നടക്കുകയാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ നേതൃത്വത്തിൽ അവർ 6 ദിവസം നിരാഹാരം കിടന്നു. ഈ കുടുംബം നേരിട്ട് വന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടിട്ട് CBI അന്വേഷണം വേണമെന്ന് ആവശ്യം ഉന്നയിച്ചു. CBI അന്വേഷണം പറ്റില്ല എന്ന് ഗവൺമെൻറ് പറഞ്ഞാൽ ഈ വിഷയം വീണ്ടും അഗ്നി പടലും പോലെ പടരും. അപ്പോൾ അതുകൊണ്ട് അത് വേഗം അംഗീകരിക്കുക. ഇന്നലെ തന്നെ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്താണോ കുടുംബത്തിൻ്റെ ആവശ്യം അത് അംഗീകരിക്കണം എന്ന നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി അവർ കാണാനൊരു സൗകര്യം ഉണ്ടാക്കുകയും അവരുടെ പരാതി പരിഗണിച്ച് CBIക്ക് വിടാൻ തീരുമാനിക്കുന്നത്. ഇത് പോലീസ് അന്വേഷിച്ചു. പോലീസ് വളരെ ജെന്യുവിനായി അന്വേഷിച്ചാലും ഇതിൻ്റെ വിവാദം അവസാനിക്കില്ല. കാരണം ജെന്യുവിനായി അവസാനിക്കുമ്പോൾ ഏതെങ്കിലും ഒരാളെ, ഇപ്പോൾ പ്രതിപക്ഷം ആരോപിക്കുന്ന ഒരാളെ പോലും പ്രതി ചേർത്തിട്ടില്ലെങ്കിൽ ഇത് അട്ടിമറിക്കുകയാണെന്നുള്ള ആരോപണം വരും. ഡീൻ ഇതിൽ കുഴപ്പക്കാരനാണ്, അല്ലെങ്കിൽ അസിസ്റ്റന്റ് വാർഡൻ കുഴപ്പക്കാരനാണ്, അല്ലെങ്കിൽ കണ്ടു നിന്ന് ഇന്നയാളെ പ്രതി ചേർക്കണം, പെൺകുട്ടിയെ പ്രതി ചേർക്കണം. പ്രതിപക്ഷം ഇങ്ങനെ ഓരോരുത്തരെ പ്രതി ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കേസിന് വലിയ വിശാലമായ സ്വഭാവമുണ്ട് എന്നൊക്കെ പറയുകയാണ്. നാളെ ഇപ്പോൾ SFI സംസ്ഥാന സെക്രട്ടറി ആർഷോ ഇതിൽ പങ്കാളിയാണ്, പ്രതി ചേർക്കണം എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെടുന്നു കരുതുക. അയാളെ പ്രതി ചേർക്കാൻ കഴിയില്ലല്ലോ. പക്ഷേ ചേർത്തിട്ടില്ല എങ്കിൽ നോക്കൂ, കണ്ടോ പോലീസ് അട്ടിമറിക്കുകയാണ് എന്ന് പറയും. അപ്പോൾ ജെന്യുവിനായി പോലീസ് അന്വേഷിച്ചാൽ പോലും ഇത് അട്ടിമറിക്കുകയാണെന്നുള്ള ആരോപണത്തിനും വിവാദ വികാസത്തിനും സാധ്യതയുള്ളത് കൊണ്ട് തന്നെ കൈ കഴുകുക എന്നാണ് സർക്കാർ ചെയ്തിട്ടുള്ളത്. CBI അന്വേഷിച്ചോട്ടെ. CBI അന്വേഷിച്ചിട്ട് CBI എന്ത് ഫൈൻഡിങ്സിലും എത്തിക്കോട്ടെ. ഗവൺമെൻറ് ഇപ്പോൾ ഇതിനകത്ത് ആരെയും സംരക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന മെസ്സേജ് കൊടുത്ത് ഇത് അടയ്ക്കുകയാണ്, ഇത് ചെക്ക് വെക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. ഞങ്ങൾ ഇതിനകത്തൊന്നും ചെയ്യാൻ പോകുന്നില്ല. SFI പ്രവർത്തകർ തന്നെയല്ലേ പ്രതികളാണ്? അതെ, SFIക്കാരാണ്. അതിനകത്ത് SFI തന്നെയോ സർക്കാരോ CPIM ഒന്നും അതിൽ SFIക്കാരെ ഡിഫെൻഡ് ചെയ്യുകയോ സംരക്ഷിക്കുകയോ ചെയ്യുന്നില്ല. അപ്പോൾ സർക്കാർ തന്നെയും SFI തന്നെയും വിചാരിക്കുന്നത് ഇതൊരു ആത്മഹത്യയാണെന്ന് CBIയും കണ്ടെത്തുമെന്നാണ് അവരുടെ ഒരു നിലപാട്. അതാണ് കാരണം ഈ 3 ദിവസം നീണ്ട അക്രമത്തെക്കുറിച്ച് പറയുന്നുള്ളൂ. 3 ദിവസം, ആദ്യത്തെ ദിവസം ആക്രമിച്ചു, പിന്നീട് ഒരു ദിവസം മാരകമായി ആക്രമിച്ചതിന് ശേഷം SFIക്കാരിലെ ഈ അക്രമികളുടെ സംഘത്തിൻ്റെ നേതാക്കൾ തന്നെ ഇത്രയും ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെട്ടതുകൊണ്ട് ഇയാൾ സൂയിസൈഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇവനെ നിരീക്ഷിച്ചോണമെന്ന് പറഞ്ഞ് 2 ദിവസം പുള്ളിക്കാരനെ നിരീക്ഷിച്ചിരുന്നു. അപ്പോൾ പുള്ളി ഭക്ഷണമൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വളരെ ഇമോഷണലി വീക്കായിരുന്നു. സൂക്ഷ്മത വേണമെന്ന് പറഞ്ഞ ആളുകൾ കാവലിൽ നിന്നാണ് അത് അവിടെ നിന്നുള്ള മൊഴികളിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരാളെ ആക്രമിച്ച് കെട്ടിത്തൂക്കി കൊല്ലുക എന്നൊരു പദ്ധതിയൊന്നും, അങ്ങനത്തെ ഒരു വലിയ വയലൻസിൻ്റെ പശ്ചാത്തലമില്ലാത്ത ക്യാമ്പസുമാണല്ലോ. പക്ഷേ ആക്രമണം ഉണ്ടായി, അങ്ങേയറ്റം ഹീനമായ മർദ്ദനം ഉണ്ടായി, ആൾക്കൂട്ട വിചാരണ ഉണ്ടായി എന്നുള്ളത് തെറ്റില്ലാത്ത കാര്യം, തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇയാൾ ആത്മഹത്യ ചെയ്തേക്കും, മരിച്ചു പോയേക്കും എന്ന സംശയം കൊണ്ട് 2 ദിവസം വരെ നിരീക്ഷിച്ചിരുന്നു എന്ന് ഈ മൊഴികൾ പറയുന്നുണ്ട്. അതുകൊണ്ട് അവർ തന്നെയും പറയുന്നത് ഇതൊരു ആത്മഹത്യയാണെന്ന് അവസാനം CBIയും കണ്ടെത്തും. പക്ഷേ ആത്മഹത്യയാണെന്ന് പറയേണ്ടത് CBI ആണ്. പോലീസ് പറഞ്ഞാൽ അത് ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് CBIക്ക് വിട്ട തീരുമാനം ഇപ്പോഴത്തെ ഇത് സംബന്ധിച്ച് വളരെ ഭംഗിയുള്ള തീരുമാനമാണ്. ഇപ്പോൾ പ്രതിപക്ഷത്തെ സംബന്ധിച്ചും അവരൊരു സമരം ചെയ്തു, ആ സമരം വിജയിച്ചു എന്ന മറ്റുള്ള അവർക്കും അതിനെടുക്കാൻ കഴിയും. അവർക്കും ഇനി കൂടുതലായിട്ടൊന്നും ആവശ്യപ്പെടാനില്ല. അവരാവശ്യപ്പെട്ട ഒരു സംഗതി നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ SFIയെ സംബന്ധിച്ച് അതിൻ്റെ ഡാമേജ് അവസാനിച്ചെന്ന് ചോദിച്ചാൽ ആ ഡാമേജ് അവസാനിക്കുന്നതിന് അവർ കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള സ്റ്റെപ്പ് എടുക്കേണ്ടതുണ്ട്. മഹാരാഷ്ട്രയിൽ ആർക്കും ഇനി മത്സരിക്കാം, ഞങ്ങൾ ആരെയും തടയാൻ പറ്റുന്നില്ല, ഞങ്ങളുടെ ഒരു ജനപ്രീതിയെ തടയാൻ ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വരൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് കടന്നു വരാം, ആർക്കും മത്സരിക്കാം എന്നൊക്കെയുള്ള വിശാല ജനാധിപത്യത്തിൻ്റെ സ്വഭാവമുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് SFIക്ക് ഇപ്പോഴത്തെ ഡാമേജിനെ മറികടക്കാൻ കഴിയുള്ളൂ. കാരണം അഫ്സൽ, സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി അഫ്സൽ ഒരു ചർച്ചയിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ഞങ്ങൾ അതിന് ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമാണ്. കാരണം ക്ഷമ ഇതിന് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് SFIയുടെ ദേശീയ അധ്യക്ഷനായിരുന്ന സാനു യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് കത്തിക്കുത്തുണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു, കേരളത്തോട് മാപ്പ് ചോദിക്കുന്നു. ഈ കത്തിക്കുത്തെന്ന് പറഞ്ഞ കഠാര അഭിമന്യുവിൻ്റെ നെഞ്ചിൽ കുത്തിയിറക്കിയ കഠാരയല്ല, അഭിമന്യു വിളിച്ചു പറഞ്ഞ എഴുതി വെച്ച മുദ്രാവാക്യമാകണം SFIക്കാരൻ്റെ കരുത്ത്, അല്ലാത്തവർ ഈ പ്രസ്ഥാനത്തോട് പാതകം ചെയ്യുന്നവരാണെന്നൊക്കെ പറഞ്ഞ് SFIയുടെ ചരിത്രത്തിലില്ലാത്ത വിധം മാപ്പ് പറഞ്ഞ ഒരു നീണ്ട കുറിപ്പ് സാനു പ്രസിദ്ധീകരിച്ചാണ്. എന്നിട്ട് വല്ല മാറ്റവും SFIക്ക് ഉണ്ടായി. പിന്നെയും SFIയിൽ നിന്ന് ഒരുപാട് വിവാദങ്ങളുണ്ടായി. അപ്പോൾ SFI അതിൻ്റെ സംസ്കാരപരമായ ഒരു മാറ്റം പ്രഖ്യാപിക്കണം. അതിനകത്ത് അവർക്ക് ഈഗോ വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ എല്ലാ തരത്തിലുള്ള സംഗതികളെയും കാൽപ്പനികവൽക്കരിക്കേണ്ട സംഗതിയില്ല. ഇതിപ്പം SFIയെ സംബന്ധിച്ച് SFIയുടെ പ്രശ്നം എന്താണ്? ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ആധിപത്യം എന്ന് പറഞ്ഞാൽ അധികാരപ്രയോഗം എന്നാൽ വയലൻസ്. ഈ സംസ്കാരം അതിനകത്ത് കടന്നുകൂടിയിട്ടുണ്ട്. എത്രയൊക്കെ ആളുകളില്ല എന്ന് പറഞ്ഞാലും ഇതിനെല്ലാം കാൽപ്പനികമാക്കും. എന്നിട്ട് പിള്ളേരുടെ വലിയ പിന്തുണയുള്ള ഒരു സംഘമല്ല ഞങ്ങളെന്ന്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഭൂരിപക്ഷം, ആധിപത്യബോധം, അധികാരം വയലൻസ് ആയിട്ട് ഉപയോഗിക്കുക എന്ന് പറയുന്ന പ്രശ്നമുണ്ട്. ആ പ്രശ്നം വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ നിന്ന് നടക്കുന്ന സമരത്തിൽ പോലും നമ്മളത് കാണുന്നുണ്ട്. വയലൻസിനുള്ള ഒരുതരം ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നുള്ളത്. അത് മാറ്റണം. ആധുനിക ജനാധിപത്യത്തിൽ അല്ലെങ്കിൽ പുതിയ തലമുറ വയലൻസിനെ അങ്ങനെ വലിയ റൊമാൻറ്റിക്കായിട്ട് കാണുന്നില്ല, മറിച്ച് ആളുകൾ അതിനെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കാൻ
കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ടുള്ള സമരമാർഗ്ഗങ്ങളും വിദ്യാർത്ഥി പ്രവർത്തനവുമാണ് ഈ കാലം ആവശ്യപ്പെടുന്നത് മനസ്സിലാക്കാൻ അത് തയ്യാറാവണം. വയലൻസിനെയും വയലൻസിൻ്റെ പ്രയോക്താക്കളെയും വയലൻസിൻ്റെ സിംബൽസിനെയും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് പുതിയൊരു പ്രവർത്തന സംസ്കാരം SFI പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ചില ക്യാമ്പസുകളെ എടുത്തിട്ടെങ്കിലും പ്രഖ്യാപിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ഇതിനകത്ത് നിന്ന് അവർക്ക് ഡാമേജിനെ മറികടക്കാൻ കഴിയുക. പക്ഷേ ഒരു സംഗതിയുണ്ട്, ഈ വിഷയം അതിൻ്റെ ഒരു ഗൗരവം അത് കുറഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റായിട്ട് അതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഈ ഒരു വിവാദം ഒന്ന് തണുപ്പിക്കുക ലക്ഷ്യമിട്ട് തന്നെയാണ് ഇപ്പോൾ CBI അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. അതിനപ്പുറം ഗവർണറും സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം വരുന്നതിന് മുൻപായി CBI അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് അതിനെ പ്രതിരോധിക്കുക കൂടിയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്.